ഹലോ ഗായ്സ്. അപ്പോൾ ഒരു 150ാമത്തെ ടേക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഹലോ ഗൈസ് അങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് തൊട്ട് ഞാൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ചെയ്യണ്ടേ, എവിടെയാണ് പോകണ്ടേ, അതോ വീട്ടിലെന്തെങ്കിലും എടുക്കണോ, അങ്ങനെയൊക്കെ വിചാരിച്ച സമയത്താണ് നമുക്ക് എല്ലാവർക്കും ഓരോ ചങ്കുകൾ കാണും അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങിന് വീട്ടിലോട്ട് പോകും, ചങ്ങിനെ കൂട്ടി ഏറ്റുവാർ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവൻ റെഡി ആയിട്ടിരിപ്പുണ്ടെന്ന് തോന്നുന്നു. സാധാരണ പോസ്റ്റ് തരുന്നവനല്ല, പക്ഷേ ഇന്ന് പോസ്റ്റ് തരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ ജസ്റ്റ് ഒരു മഴക്കോളും ഇതുമൊക്കെ. ഇതുവരെ എല്ലാ ദിവസവും വെയിലും പരിപാടിയായിരുന്നു. നമ്മൾ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയ ഫസ്റ്റ് ദിവസം തന്നെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. അതാണൊരു ടെൻഷൻ, മൊത്തം ഒരു ടെൻഷൻ. എന്നാലും ചങ്ക അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്, അങ്ങോട്ട് പോകും. ഒരു മഴ വ്ളോഗായി പോകുന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് മഴ പെയ്ത് കിടക്കുക. കണ്ട റോഡൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും, റോഡൊക്കെ നനഞ്ഞു കിടക്കുക. നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് പരിപാടി. അങ്ങനെ ചങ്കിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഓ, എവിടെ പോവാ? ഇതിലേക്കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഗൈസ്. നമുക്ക് വേഗം ഒരു 5 മിനിറ്റുള്ളിൽ അമ്പലത്തിലെത്താൻ പറ്റുന്ന 2 മിനിറ്റുള്ളിൽ കുറച്ചൊരു ഒച്ച കേൾക്കുന്ന രീതിയിലേ മഴ പെയ്തായിരുന്നേ. ഞാനപ്പോൾ അയ്യോ പണി പാളില്ല. നിങ്ങൾ ഇതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിൽ കൂട്ടുകാരുമായിട്ട് ഒരു അമ്പലയാത്ര നടത്താറുണ്ട് ഗൈസ്. അല്ലെങ്കിൽ കമന്റിൽ നമ്മുടെ അമ്പലത്തിലോട്ട് വരികയാണ്. ഇതാണ് നമ്മുടെ പറയുന്ന പ്രസിദ്ധമായ ഏറ്റുവാർ അമ്പലം. ഇതില്ലാത്തത് ഇതാണ്. ഞങ്ങൾ യൂഷ്വലി ഇതിലേക്കൂടെയാണ് പോണത്. ഇപ്പോൾ വണ്ടി ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ബൈപ്പാസ്. ഫൈനലി ഇതാണ് നമ്മുടെ മഹാദേവ ക്ഷേത്രം. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞായറാഴ്ച ആകുമ്പോൾ നല്ല തിരക്കാണ്, അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കാണ്. അങ്ങനെ ചെറുപ്പം കൂടിയിട്ട് ഇതിലേക്ക് കയറാൻ പോവാം. ഇതാണ് ഏറ്റുവാരമ്പലം. ഇത് ഏറ്റുവാരമ്പലത്തിന്റെ പടിഞ്ഞാറ് നടയാണോ? ഞങ്ങൾ കിഴക്കേ നട. അതിന്റെ ചങ്കിന്റെ ഒരു ദർശനം തരാമോ? ഈ സൈഡിൽ ഇങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്, പുതിയതാണ്. ഒത്തിരി ആൾക്കാരുണ്ടെന്നാണ്. അതെ, നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, തിങ്ങിയ ആൾക്കാരെ. അതാ കിഴക്കേ നടയിൽ കൂടെ വന്നേക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ നടന്ന് ഫ്രണ്ടിൽ ചെല്ലണം അല്ലേ. എക്സിക്യൂട്ടീവ് ടൈപ്പായിട്ട് അമ്പലത്തിൽ വരുന്ന പേടി കൊണ്ട് അങ്ങനെ ഷർട്ട് പോലും ഊരാൻ മറന്നുപോയി. ഞങ്ങളൊക്കെ പിന്നെ ജനിച്ചപ്പോഴേ തന്നെ വ്ളോഗേഴ്സ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും. പിന്നെ അമ്പലത്തിൽ കയറിയിട്ട് വരാൻ കഴിയും. ഓക്കെ, അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞു. അടുത്ത നമ്മൾ ശ്രീകൃഷ്ണൻ കോവിലേക്ക് പോകുന്നത്. ശ്രീകൃഷ്ണൻ കോവിലേക്ക് ഈ ആരോ ഉണ്ടോ, ആ ആരോ വഴി പോയാൽ മതി. ഇതാ ആസ്ഥാന മണ്ഡപ ചങ്ക. ഇവിടെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ എന്തോ കോൺഫ്ലിക്റ്റ് നടന്നിട്ട് ഇവിടെ വന്നു അങ്ങനെ ഏതാണ്ട്. ചങ്ങൊരു അമ്പലം പിഴിങ്ങയാണ്. അതുകൊണ്ട് അതല്ല കേസ്. എല്ലാ ആഴ്ചയിലും അമ്പലത്തിൽ വരുന്ന മുളങ്ങാതെ അമ്പലത്തിൽ വന്നിട്ടും ഒരു ഗതിയും പിടിക്കാതെ ഭഗവാനെ. അപ്പോൾ നമുക്ക് കൃഷ്ണൻകോവിലേക്ക്. അതെ, കൃഷ്ണൻകോവിലേക്ക് പോകും. ചങ്ങിൻ്റെ അവിടെ പൊടിയുണ്ടോ നോക്കാൻ പറയുന്നുണ്ട്. നനഞ്ഞിരിപ്പുണ്ടോ? പൊക്കയില്ലാത്തൊന്നും ഒരു തെറ്റല്ല. ഞാൻ നിന്നെ ചേർത്ത് നിർത്താറില്ല. അതെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. അല്ല, നമ്മുടെ കൂട്ടുകാർക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞൊന്നും ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ തീരുന്ന കണ്ടോ. ഇത് നിങ്ങൾ തന്നെ നോക്കുക. ഇപ്പൊ വന്ന പോലെ അല്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ ചേർത്ത് നിർത്തിയപ്പോൾ ചങ്ങിന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ആ പ്രസാദം കാണാൻ പറ്റുന്നുണ്ട്. നമ്മള് പ്രസാദം എടുത്തില്ലേ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. അതെ, നമുക്ക് ഇറങ്ങാം ഗൈസ്. ഞങ്ങൾ പോയി എന്തായാലും പോയി കഴിക്കാം. അതിന്
നമ്മൾ ആ ബൈപ്പാസിന്റെ അവിടെ ആ ഇവിടെ വേണമുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവിടെ വേണം നമ്മൾ സ്ഥിരം പോകണം. അല്ല പഴയുടെ രുചിയില്ലേ? പഴയതുണ്ട്, അവിടെ ഭയങ്കര തിരക്കായിരിക്കും, കുറേ നേരം എടുക്കുമായിരിക്കും, അതാണ് ഭയങ്കര. അല്ല പഴയുടെ മാറി ഇപ്പം, പഴയുടെ ഇല്ലേ? പഴയുടെ മാറിയിട്ട് ഇപ്പോൾ വേറെ ആൾക്കാരുണ്ട്. പഴയുടെ അവിടെ നിന്ന് കൊടുത്തായിരുന്നു, അവർ കൊടുത്ത് വേറെ ഞങ്ങൾ ഒരു തവണ വീട്ടിൽ വെച്ചിട്ട് ഇവൻ ഞങ്ങള് എറണാകുളത്താണ് താമസിക്കുന്നത്, അപ്പൊ അങ്ങോട്ട് വന്നായിരുന്നു. എന്നിട്ട് ഞങ്ങള് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ മേടിച്ചപ്പോഴത്തേക്ക് അതിന്റെ ബാലൻസ് ഒരു പീസ് വന്നത് ഞങ്ങൾ മില്ലി കൊണ്ട് അറക്കണ പോലെ നടുക്കൂടെ എല്ലടക്ക അളന്ന് കറക്കി തിട്ടപ്പെടുത്തി മുറിച്ച് കഴിഞ്ഞു. ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഓക്സിജൻ ഒരു സ്ഥലത്ത് സർവൈവ് ചെയ്യാൻ ഓക്സിജൻ വേണം, അല്ലെങ്കിൽ ഫുഡ് വേണമെങ്കിൽ. ഓക്സിജൻ ഉണ്ടെങ്കിൽ ചങ്ക് എനിക്ക് തന്ന് സഹായിക്കും, ഞാൻ രക്ഷപ്പെടും. പക്ഷേ ഫുഡാണെങ്കിൽ ഞാൻ മരിച്ചിരിക്കും. കാരണം അത് ഫുഡാകുമ്പോൾ ഞങ്ങൾ രണ്ട് വണ്ടിയും, പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ഒരു വണ്ടിയും. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഹോട്ടലൊന്ന് കണ്ടുപിടിക്കട്ടെ, അങ്ങോട്ട് ചെന്നേച്ചും ബാക്കി ചങ്ക നമുക്ക് ഇവിടെ കയറാം. ഇത് കുഴപ്പമില്ല, ഞാനിവിടെ മിക്കപ്പോഴും ഇതാണ് നമ്മളങ്ങനെ എത്തിയിരിക്കുന്നത്. നമ്മളിവിടെയാണ് മസാല ദോശ കഴിക്കാൻ കയറുന്നത്. മസാല ദോശ മസാല ദോശയും സാമ്പാറും ഈ ചട്നി എന്ന് പറഞ്ഞാൽ നമ്മൾ മനമാക്കി പറഞ്ഞു. ഓക്കെ ചങ്ക് പറഞ്ഞത് മനമായി. ചങ്ക് കഴിക്കുന്ന നോക്കാം. വട വേണോ? വട വേണ്ട. ചങ്ക് പൈസയൊക്കെ കൊടുത്തിട്ട് വരുവാ കേസ്. മസാല ദോശ കഴിച്ചു. മസാല ദോശ കഴിച്ചിരിക്കുന്നു, നല്ല മസാല ദോശയായിരുന്നു. അതെ, വട ഞങ്ങൾ എടുത്തില്ല ഗൈസ്, വട ഓപ്ഷനിലായിരുന്നു. എല്ലായിടത്തും വട ഇങ്ങനെ സാധാരണ കൊടുക്കുമ്പോഴത്തേക്കും പ്ലേറ്റിനകത്ത് ചോദിച്ചിട്ടേ തരത്തുള്ളൂ, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇവര് പക്ഷെ നമ്മളോട് ചോദിച്ചില്ലേ ചങ്ക്? അല്ല, യൂഷ്വലി ചോദിക്കുന്നതാണ്. ഇന്ന് എന്നാലും ഇറങ്ങി തിരിച്ചേക്കുന്നത് എല്ലാ അമ്പലത്തിലും പോയിട്ട് പനമ്പാലം കഴിഞ്ഞ് ഗുരുവായൂര് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പണലിക്കും, പിന്നെ കൊട്ടിയൂര് തുടങ്ങാൻ. അതെ, റീസെന്റ് ഞാൻ യൂട്യൂബ് ഒരു ഇൻസ്റ്റാഗ്രാം ത്രൂ കണ്ടതാണ്. അത് നിങ്ങൾ കാണുമ്പോൾ കുളം സൈഡിലുള്ള ആ സാധനമാണോ? അത് ഫുള്ള് മറ്റേ പുൽത്തകിടി പോലെ പുൽത്തകിടി എന്തോ അമ്പലത്തിലേക്കാ. പനമ്പാലം എവിടെയാ ചങ്ക? പനമ്പാലം എന്ന് പറയുന്ന ആശുപത്രി, മെഡിക്കൽ കോളേജ് കഴിഞ്ഞ അപ്പുറത്തെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് അത്, കോട്ടയം മെഡിക്കൽ കോളേജ്. എക്സാക്ട്ലി. അവിടെ അമ്പലം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മഴയും കൂടെ കഴിയുമ്പോൾ ഈ പച്ചപ്പും കൂടെ കൂടിയപ്പോഴത്തേനും നമുക്ക് ഭയങ്കര നയനമനോഹരമായിട്ടൊരു അമ്പലമാണ്. ഒരു ഭയങ്കര പീസ്ഫുള്ളാണ്. എത്രത്തോളം എടുക്കാൻ പറ്റുമോ അറിയില്ല, കാരണം അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നി. ഇപ്പം ഈ ആളുകളെല്ലാം കൂടിക്കഴിഞ്ഞപ്പോഴത്തേനും ക്യാമറ എടുക്കുന്ന ഇത്ര രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ കാണാം, നോക്കാം നമുക്ക്. ഞങ്ങൾ അടുത്ത അമ്പലത്തിൽ എത്തി ഗൈസ്. ഈ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട് അല്ലേ? അതെ. ഒന്നാമത് ഈ പച്ചക്കളറേ വീഡിയോക്കകത്താകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഒരു രക്ഷയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ല സ്ഥലം കണ്ടതിൻ്റെ ഒരു പ്രതീതിയില്ലേ. ചങ്കിത അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഫ്രെയിം ഒരു രക്ഷയില്ല കേട്ടോ. മൊത്തത്തിൽ നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ഒരു ഭക്തിസാന്ദ്രമായിരുന്നു. അതെ, ഒരു നല്ലൊരു ഭക്തിപരമായ ഒരു തുടക്കമാണ്. അതെ. കാരണം ഇനി അങ്ങോട്ടുള്ള കോണ്ടന്റുകൾ എന്നാക്കിയെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ആദ്യം തന്നെ ഒരു ഗണപതിക്ക് വെച്ച് തുടങ്ങുന്ന പോലെ വെയിലുണ്ട്. തുടങ്ങിയപ്പോ നമ്മള് മഴയത്ത് പറഞ്ഞു. അതെ, ഭയങ്കര മഴയായിരുന്നു. ഞാൻ അവിടുന്ന് സ്റ്റാർട്ട് ഇൻട്രോ എടുക്കുന്ന സമയത്ത് ഞാൻ ചെറുതായിട്ട് മഴ ഓടിയുന്ന സമയത്ത് ഞാൻ എടുത്തോണ്ടിരുന്നു. ഞങ്ങൾ ഓർത്ത് നടക്കത്തില്ലായിരിക്കും. ഇപ്പോഴും കാറുണ്ട്, പക്ഷെ അതുപോലെ വെയിലും ഉണ്ട്, ഭയങ്കര ചൂടാണ്. ഇനി അങ്ങോട്ട് ഒത്തിരി വീഡിയോസ് ആയിട്ട് നമ്മള് വരും. തുടക്കക്കാരാണ്, ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും. എങ്ങനെ എടുക്കേണ്ടതെന്ന രീതി പോലും അറിയത്തില്ല. ഞങ്ങൾ ജസ്റ്റ് എങ്ങനെയാണോ ഞങ്ങൾ അതേ രീതിയിൽ അങ്ങോട്ട് എടുത്ത് വിടുന്നൊന്നുമില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഡേ തുടങ്ങിയത് എങ്ങനെയാണോ അത് അതേപടി തന്നെ അങ്ങോട്ട് പകർത്തിയേ ഉള്ളൂ. അതെ. പിന്നെ ഇവിടെ ഇപ്പൊ ഇത്ര അടുത്ത് നമ്മുടെ ഒരു ഇങ്ങനെ ലുക്കിലുള്ള ഒരു അമ്പലം ഉള്ള സമയത്ത് നിങ്ങൾക്ക് കൂടെ അത് കാണിച്ചേക്കാം. അതിന്റെ ഒരു നല്ലൊരു ആദ്യമായിട്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗില് ആദ്യമായിട്ട് ഇതുവരെ ഷോർട്സും കാര്യങ്ങളും ഒക്കെ ഇട്ടും പിന്നെ വ്ളോഗ് ഉണ്ടായിരിക്കും. അതുപോലെ
ഇൻഫ്രാസ്ട്രക്ചർ ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടായിരിക്കും. വലിയ വലിയ അതൊക്കെ മസ്റ്റായിട്ട് കാണണം. അതെ 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 അതെ. അപ്പൊ എന്തായാലും എല്ലാരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാരും ഈ ഞായറാഴ്ചകളിലൊക്കെ അടിച്ചു പൊളിക്കുക, ഫ്രണ്ട്സിനെ എടുത്ത് പോവുക. രാവിലെ അമ്പലത്തിൽ പോകാനാണെങ്കിൽ അമ്പലത്തിൽ, പള്ളിയിൽ പോകുന്നവരാണ് അങ്ങനെ. എന്താണ് നിങ്ങൾക്ക് മനസ്സിന് എന്താണോ ഇഷ്ടപ്പെടുക, പിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. ലൈഫിൽ ഒരു ഡേ കിട്ടുന്നത് അല്ലേ? അതെ അതെ ഒന്ന് ബ്രീത്ത് ചെയ്യുക. അതെ അതെ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഞങ്ങള് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.